നമസ്കാരം. കാര്യവട്ടം ക്യാമ്പസിലെ റാഗിങ്ങിൽ നടപടിയുമായി കോളേജ് അധികൃതർ. ആരോപണ വിധേയരായ 7 സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോൺസ് നൽകിയ പരാതിയിലാണ് നടപടി. പ്രതികളാക്കിയ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് റാഗിംഗ് നിയമം ചുമത്തും. നിലവിൽ ബിൻസ് നൽകിയ പരാതിയിൽ കഴക്കൂട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ റാഗിംഗ് നിയമം ചുമത്തിയിട്ടില്ല. ഒന്നാം വർഷ വിദ്യാർത്ഥിയെ പ്രതികളായ 7 സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതേസമയം സീനിയർ വിദ്യാർത്ഥികൾ തന്നെ മുറിയിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ബിൻസ വെളിപ്പെടുത്തി. SFI പ്രവർത്തകരാണ് മർദ്ദിച്ചത്. കാൽമുട്ടിൽ നിലത്ത് നിർത്തിയായിരുന്നു മർദ്ദനം. അലൻ, വേലു, സൽമാൻ, അനന്തൻ, പാർത്ഥൻ, പ്രിൻസ് അടക്കമുള്ളവരാണ് മർദ്ദിച്ചത്. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ വെള്ളം തന്നുവെന്നും ഷർട്ട് വലിച്ചു കീറിയെന്നും ബിൻസ് പറഞ്ഞിരിക്കുകയാണ്. പരാതി നൽകിയാൽ ഇനിയും ഇടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. യൂണിയൻ ഓഫീസിൽ വെച്ചായിരുന്നു ഭീഷണികൾ നടന്നതെന്നും പോലീസിൽ പരാതി നൽകരുത് എന്നും പറഞ്ഞുവെന്നും അഭിഷേക് എന്ന വിദ്യാർത്ഥിയെയും മർദ്ദിക്കുകയായിരുന്നുവെന്നും പറയുകയാണ്. 1 മണിക്കൂറോളം പീഡനം ഉണ്ടായെന്നും വിദ്യാർത്ഥി പറയുന്നുണ്ട്. സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. 1 മണിക്കൂറോളം മുറിയിൽ പൂട്ടിയിട്ട് മകനെ മർദ്ദിക്കുകയായിരുന്നു. ഇനിയും മർദ്ദിക്കുമെന്നും കൊലപ്പെടുത്തുന്നുമൊക്കെ ആക്രമികൾ ഭീഷണിപ്പെടുത്തി. പൂട്ടിയിട്ട സമയം മകന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നും പിതാവ് ജോസ് ആശങ്കയോടെ ചോദിക്കുകയാണ്. സിദ്ധാർത്ഥിന് സംഭവിച്ചതുപോലെ മകൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ഇനി ഒരു കുട്ടികൾക്കും ഇത് സംഭവിക്കരുത്. നാളെയും ഇത് തന്നെ ആവർത്തിക്കും. പരാതിയുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും പിതാവ് പറയുകയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ കഴക്കൂട്ടം പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. തുടർന്ന് അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റി റാഗിംഗ് നടന്നതായി സ്ഥിരീകരിക്കുകയായിരുന്നു. 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7ഓളം വിദ്യാർത്ഥികൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി കണ്ടെത്തിയത്. കഴിഞ്ഞ 11-ന് സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടിയുണ്ടായിരുന്നു. സംഭവത്തിൽ ബിൻസ് ജോസിനും സുഹൃത്തായ അഭിഷേകിനും സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു. ഇരു കൂട്ടരെയും പരാതിയിലെന്ന് കഴക്കൂട്ടം പോലീസ് കേസെടുക്കുകയായിരുന്നു. അഭിഷേകിനെ അന്വേഷിച്ചെത്തിയ സീനിയർ വിദ്യാർത്ഥികൾ ബിൻസിനെ പിടിച്ച് യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിട്ടത്തും അടിച്ചു. തറയിൽ വീണ ബിൻസിനെ വീണ്ടും മർദ്ദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായും ബിൻസ് പറയുന്നു. തുടർന്നാണ് ബിൻസ് കഴക്കൂട്ടം പോലീസിലും പ്രിൻസിപ്പലിനും പരാതി നൽകിയത്. എന്നാലും സീനിയർ വിദ്യാർത്ഥികൾക്കെതിരായ കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം പോലീസിന് പരാതി നൽകിയിരുന്നു. പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് കേസെടുക്കുമെന്നായിരുന്നു കഴക്കൂട്ടം പോലീസ് അറിയിച്ചിരുന്നത്. അവസാന വർഷ വിദ്യാർത്ഥികൾക്കെതിരെ കഴക്കൂട്ടം പോലീസ് കേസെടുത്തെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആരോപണം.